ഞാനൊന്നും നിങ്ങളുടെ പേരെയോ പേപ്പറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മളുടെ മനസ്സിലേക്കും നമ്മുടെ ചിന്തകളിലേക്കുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പൊ തൽക്കാലം മൈക്ക് മാറ്റാണ്, എന്നാലും എനിക്ക് 2 കൈകളും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പുറകിലിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് നോക്കണം കേട്ടോ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി സെന്റ് ജോർജ് VHSSന് മുന്നിലാണ്. നമ്മുടെ പുതുപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്തും പുതുപ്പള്ളിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൂടെ നടത്തുന്ന ജില്ലാതല ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സാണ്, കുട്ടികൾക്കായി നടക്കുന്നതാണ്. അപ്പം നമ്മുടെ IHRDയിലും VHSലും നടക്കാണ്, 2 ഇതായിട്ടാണ് നടക്കുന്നത്. അപ്പം നമുക്ക് അതിന്റെ ദൃശ്യങ്ങളും ക്ലാസ്സുകളും ഒന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും പുതുപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും കൂടെ നടത്തുന്ന സ്കൂൾ തല ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് പുതുപ്പള്ളി IHRD സ്കൂളാണ്. ഇവിടെ വെച്ചാണ് ഇതിൻ്റെ ക്ലാസ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് യോഗം നടക്കുന്നതിൽ സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ ബിജു ഫിലിപ്പാണ്. അധ്യക്ഷ പ്രസംഗം സാജു PK ആണ്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ പ്രമോദ് കുര്യാക്കോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ആശംസ നേരുന്നത് മനീഷ് സാറാണ്. ക്ലാസ് നയിക്കുന്നത് ശ്രീമതി സേതു പാർവതി, കൗൺസിലിംഗ് ടീച്ചറാണ്. അപ്പം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലാസ് ആരംഭിക്കുകയാണ്. കേൾക്കാൻ പറ്റുമെന്ന്. അപ്പൊ അതുകൊണ്ട് എന്റെ കൂട്ടുകാര്, സുന്ദരന്മാര്, സുന്ദര മണികള് അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്നാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുക കേട്ടോ. അപ്പൊ ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണെന്ന് ഉറച്ച വിശ്വാസമുള്ളവർ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാതെ ശിശു പറയണതൊന്നും ചെയ്യാൻ പറ്റുമോ നോക്കേ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കുഞ്ഞോ പക്ഷി ഒന്ന് കാണിച്ചേ. ഇനി ഈ ടൈം യൂസ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ പറഞ്ഞു, പെട്ടെന്നിരിക്കുന്ന ആളോടൊന്നും മെല്ലെ പറഞ്ഞു, മെല്ലെ പറഞ്ഞോ. അടുത്ത നോക്കിക്കേ മക്കളെ, മക്കളെ അടുത്ത നോക്കിക്കേ. അമ്മയെ പോലെ ഒന്ന് കാണിച്ചേ, അമ്മയെ പോലെ. 2 കൈ വേണം കേട്ടോ, എന്റെ മൈക്കിലുള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അമ്മയെ പോലെ ഒന്ന് കാണിച്ചേ. അമ്മയെ പോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. 2 കൈകൾ നേരിട്ട് പറഞ്ഞാൽ സാറ് നമ്മുടെ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ സാറ് നിങ്ങൾക്ക് എനിക്ക് കാണാൻ പറ്റത്തില്ല ഏറ്റവും പറയുന്നത്. അപ്പൊ അത് നോക്കിക്കേ, 2 കൈകൾ നീട്ടിയിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ. ചേട്ടന്മാർ പറഞ്ഞില്ല, ചേട്ടന്മാർ പറയണം, ചേട്ടന്മാർ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. അപ്പൊ എങ്ങനെയാണ്, ഞാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണോ മക്കളെ, മക്കളെ? അപ്പൊ ഞാൻ നമ്മൾ ശ്രീ താളവും ലയവും ഒക്കെ ചേർത്ത് മൈക്കിന് നീളം എവിടെ വരെ പോകുമെന്ന് എനിക്ക് അറിയില്ല. അവിടെ വരെ ഞാൻ വരാമെന്ന് വിചാരിക്കുന്നു. പൊക്കോട്ടെ, സാധിച്ചാൽ വർഷം പൊക്കോട്ടെ. ഓക്കെ. അപ്പൊ എനിക്കത് ഇവിടെ ഇരിക്കുന്ന സുന്ദരന്മാരെയും സുന്ദരമണികളെയും ഒക്കെ ഇങ്ങനെ അടുത്ത് കാണാനുള്ള സങ്കടം. പിതാവിനെ കുറെ സുന്ദരങ്ങളായിട്ടുള്ള ടീച്ചേഴ്സ് വരുന്നത്, അത്രയും ടീച്ചർമാരുടെ കട്ടയ്ക്ക് ഞാൻ ഒരൊറ്റ മതി എന്ന് പറഞ്ഞിട്ട് സാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സാറിന്
സ്കൂളിൽ എന്റെ കുട്ടികൾ 2 കൈകൾ യൂസ് ചെയ്ത് ഉറച്ച സൗണ്ടില് നല്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം ആ വാക്കുകൾ ആ പാട്ടുകൾ വരണം കേട്ടോ. റെഡിയല്ലേ? നന്നാവികെ കുഞ്ഞു കുഞ്ഞു പക്ഷി പറഞ്ഞു അമ്മയെ പോലെ തെറ്റിച്ചു കണ്ടില്ലേ? ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. അമ്മയെ പോലെ ഇങ്ങനെയല്ലേ? ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോ ദർശകരൊക്കെ ഇങ്ങനെ കാണിച്ചല്ലോ. അപ്പൊ എന്താണ്? ശ്രദ്ധയില്ല. അമ്മ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ആ ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ്? അമ്മയെ പോലെ ഒന്ന് കാണിച്ചേ. അമ്മയെ പോലെ ഞാൻ പിറക്കുമെന്ന് അങ്ങ് വാനിൽ പറക്കുമെന്ന്. ഓക്കെ മക്കളെ, അപ്പൊ കുറച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറക്കാനൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ സാരമില്ല, ക്ലാസ്സിന്റെ അവസാനമൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളിലേക്കൊക്കെ പറന്നുയരുവാനുള്ള ഒരു ആവശ്യവും തന്റേതോ ഒരു തീരുമാനം എടുക്കുവാനുള്ള ഒരു കഴിവുമൊക്കെയായി എന്റെ മക്കൾക്ക് ഈ ക്ലാസിന്റെ ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ വാതിൽ കടന്ന് നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി എന്റെ കൂട്ടുകാർക്ക് സാധിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും നമ്മുടെ പുതുപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സ്കൂൾ കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങളും ആരോഗ്യപരമായ ജീവിതശൈലി നമ്മുടെ വിഷയം അതാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും കൂടുതൽ കേൾക്കാവോ? ക്ലാരിറ്റിയോടെ കേൾക്കാവോ? എക്കോ ഇല്ലാതെ കേൾക്കാവോ? ആ അപ്പോ ഇത് കുട്ടികൾക്കാണ് ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞത് അല്ലെ? അപ്പൊ എനിക്കൊരു സംശയം കുട്ടികളെ, ഈ കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിൽ താഴെയുള്ളത് നമ്മൾ കുട്ടിയെന്ന് പറയുക? അപ്പൊ അപ്പൊ ഞാൻ ഇത് രാവിലെ കുളിച്ച് കുടിയൊക്കെ തൊട്ട് ഇവരുടെ സുന്ദരകളിയായിട്ട് മൂക്കുത്തിയൊക്കെ എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ മൂക്കുത്തി മൂക്കുത്തി കണ്ടില്ല അതൊരു പാട്ടില്ലേ? ആ അപ്പൊ കുട്ടികളുടെ പേരെന്താ? അപ്പൊ അതിനോട് ചോദിക്കട്ടെ, കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിൽ താഴെയുള്ളവര് കുട്ടി എന്ന് പറയുക? മക്കളെ ശരിയാണ്. എന്താണ് ബാലനീതി നിയമം, ജൂനിയർ ജസ്റ്റിസ് കേരള പ്രൊട്ടക്ഷൻ ആക്ടിലും നമ്മുടെ കൂട്ടുകാരൻ പറയുകയാണ് സേവ് മിസ്സേ 18 മുതൽ 26 വരെയാണെന്ന് കൂട്ടുകാരൻ പറയുന്നു. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടതുകൊണ്ടോ ചേച്ചി ഒരുപാട് കൂട്ടുകാരോട് ചോദിക്കുന്നില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നത് ലോക ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ളവരെ നമ്മൾ എന്ന് പറയുക അഡോളസെന്റ് അഥവാ കൗമാരം എന്ന് പറയുക. എത്ര വയസ്സ് മുതലാണ് കണ്ണാടിക്കാരാണെന്ന് പറഞ്ഞേ? ആ ഇത് സെൻറ് ജോർജ് VHSS സ്കൂളാണ് പുതുപ്പള്ളിയിലെ. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാണ് ഇവിടെ ക്ലാസ് നടക്കുന്നത്. സ്കൂളിൻ്റെ 2ാം നിലയിലാണ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളും കൂടെ കാണാം. ഇതും സംഘടിപ്പിച്ചിരിക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും പുതുപ്പള്ളി പ്രാഥമിക ആരോഗ്യകേന്ദ്രവും കൂടെയാണ്. ഇവിടെയും ക്ലാസ് നയിക്കുന്നത് ശ്രീമതി സേതു പാർവതിയാണ്, കൗൺസിലിംഗ് ടീച്ചറാണ്. ഹെൽത്ത് സെന്ററിലെ സ്റ്റാഫാണ് വന്നിരിക്കുന്നത് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി സഹകരിക്കുക, ബഹളം വയ്ക്കാതിരിക്കുക, സംശയം ചോദിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ക്ലാസ് കേട്ടോ. ഞാൻ ഇവിടെ നമ്മുടെ ഹെൽത്ത് സെന്ററിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട്, മാഡത്തിൻ്റെ സേതു പാർവതി, ബാക്കി അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്. എല്ലാവരെയും നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യും.
ഒരു പരിപാടി സംഘടിപ്പിച്ചത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ സമയം 2:30 മണിയായി. അപ്പോൾ ഇനി 1.5 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ എപ്പം ഉള്ള ഒരു സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. പരമാവധി നിങ്ങൾ ഈ ഒരു സമയത്ത് കിട്ടുന്ന മാക്സിമം സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ രാവിലെ ഒരു ക്ലാസ് കഴിഞ്ഞിരുന്നു, 2 മണിക്കൂർ പോലും തീരുന്നില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ വ്യക്തിപരമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ് എടുക്കുവാനായിട്ട് നമ്മുടെ കൗൺസിലറും അതുപോലെ കേരളത്തിൻ്റെ വിവിധ തലങ്ങളിൽ പോയി ക്ലാസ് എടുക്കുന്ന സേതു പാർവതിയുമാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സേതു പാർവതിയെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മക്കളെ അപ്പൊ ഇവിടെ കുറേ മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളവരുണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇതേ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ മിസ്സേ? ഓക്കെ, അപ്പം നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലൊരു സന്തോഷം അറിയിച്ചുകൊണ്ട്, അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ സ്കൂൾ തല ആരോഗ്യ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും പുതുപ്പള്ളി നമ്മുടെ PHCയുടെയും നേതൃത്വത്തിൽ നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂളിൽ നമ്മുടെ പുതുപ്പള്ളിയുടെ എല്ലാമായ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ പഠിച്ച സ്കൂളാണ് അല്ലേ? അതുപോലെ തന്നെ പുതുപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും മനോഹരമായ ഒരു സ്കൂളിലേക്ക് കടന്നു വരാനും നിങ്ങളെപ്പോലെ സുന്ദരന്മാരായിട്ടുള്ള ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണാൻ സാധിച്ചതിനുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം പതിവ് പോലെ തന്നെ പതിവ് തെറ്റിക്കാതെ നമ്മൾക്ക് കുഞ്ഞൊരു ആക്ടിവിറ്റിയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ പറയണ്ടേ, നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഉച്ച കഴിഞ്ഞൊക്കെ ക്ലാസ് വെക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ബോറൻ പരിപാടിയാണ്, ഉറക്കം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് അല്ലേ? പക്ഷെ എന്താണ്, അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വന്ന ശീലങ്ങളാണ് കേട്ടോ. നമ്മളുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ ഏത് സാഹചര്യത്തിലും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് കേൾക്കാനുള്ളൊരു മനസ്സും അത് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനുള്ളൊരു മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഏതൊരു സമയത്താണെങ്കിലും എത്ര മോശമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് പറയുന്ന കാര്യങ്ങളെ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ പ്രവൃത്തികളിലേക്ക് നമ്മുടെ ഉള്ളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചേച്ചി ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുന്ദരന്മാരും കയ്യിലിരിക്കുന്ന പേനയും ബുക്കും എല്ലാം താത്തു വെച്ച് നിങ്ങളുടെ എന്നാ പറയണ്ടേ ആ നട്ടലൊക്കെ നിവർത്തി ഭയങ്കര പോസിറ്റീവ് മൈൻഡോടെ വൈബ്രന്റ് മൈൻഡോടെ എൻ്റെ മക്കളൊന്ന് ഇരുന്നേ. ഓക്കെ ആണോ? ഏറ്റവും പുറകിലൊക്കെ ആ കൂട്ടുകാരി ഇപ്പം ഞാൻ താഴെ വീഴുമെന്ന് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഈ കൂട്ടുകാരി തന്നെ കാതിൽ 2 വളയും കമ്മലൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിക്ക് ഇങ്ങോട്ട് കയറി വരാം. എന്താ ഇവിടെയൊക്കെ സ്ഥലമുണ്ട്, താഴെ വീഴുമോ മിസ്? ഏറ്റവും പറയുന്നത് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ തിങ്ങിയിരിക്കണ്ട. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പൊ ഇതാ എല്ലാവരും എന്നെ നോക്കിക്കേ. എന്നെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇപ്പൊ കാണാമോ? ചേട്ടന്മാരെ, അപ്പൊ എനിക്ക് സംശയം, ഇതിൽ ഏതാ സീനിയേഴ്സ്? നിങ്ങളാണ് സീനിയേഴ്സ്. ഈ വരവരെ ഇട്ടത് ജൂനിയേഴ്സ് ആണോ? ഓക്കെ. അപ്പൊ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ നമ്മളുടെ കൂടെ കട്ടയ്ക്ക് ഒരു 1.5 മണിക്കൂർ ഉണ്ടാവോ? ബഹളമൊന്നും വെക്കാതെ അലമ്പാതെ നല്ല സുന്ദരന്മാരായിട്ട് സുന്ദരിമണികളായിട്ട് കേൾക്കുവോ? അതാ സുന്ദരിമണി എന്നൊക്കെ പറഞ്ഞപ്പോ കണ്ണാടി വെച്ച മിസ്സൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. ശരി, ഓക്കെ മക്കളെ. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം നോക്കിക്കേ. ചേച്ചി തൽക്കാലം മൈക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് സാറോട് ഉണ്ടായിരുന്നോ? സാറേ നമസ്കാരം. സാർ ഒരുപാട് വയലിലേക്കും കാരാപ്പുഴയിലേക്കും ഒക്കെ എന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്ന സാറാണ്. സാറെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. സാറേ നമസ്കാരമുണ്ട് കേട്ടോ. ഓക്കെ സാർ, ഓക്കെ. ക്യാമ്പിന് വന്നിട്ട് കാരാപ്പുഴയിൽ. ഓ ശരി. ഓക്കെ. ശരി. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഓക്കെ മക്കളെ, ഞാനത് നമ്മുടെ മൈക്കൊന്ന് മാറ്റി വെച്ചിട്ട് കുഞ്ഞൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണേ. നോക്കിക്കേ, എന്റെ കൂട്ടുകാരെല്ലാവരും കൈ നോക്കിക്കേ.
മൈക്ക് ഇങ്ങനെ കയ്യിൽ എടുക്കുന്നതുകൊണ്ട് ചേച്ചി ഒരു കൈയിട്ടേ കാണിക്കുള്ളൂ. അപ്പൊ എന്റെ കൂട്ടുകാര് പക്ഷെ ചേച്ചി ഇങ്ങനെ ഒരു കൈ കൊണ്ടല്ലേ കാണിക്കുന്നത്, എന്നാൽ ഞങ്ങളും ഒരു കൈ കൊണ്ടെന്നല്ല വിചാരിക്കണ്ടേ. നിങ്ങൾ 2 കൈ വെച്ചിട്ട് ചേച്ചി കാണിക്കുന്നത് ആക്ഷൻ കാണിക്കണം കേട്ടോ. അപ്പൊ എന്റെ കൂട്ടുകാർ നോക്കിക്കേ നോക്കിക്കേ, കുഞ്ഞോ കുഞ്ഞോ പക്ഷി. ഒന്ന് കാണിച്ചേ, കണ്ടോ, കാണിച്ചോ? അടുത്തത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിനോട് മെല്ലെ മെല്ലെ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, പറഞ്ഞോ പറഞ്ഞോ. അടുത്ത നോക്കിക്കേ, അടുത്ത നോക്കിക്കേ, അമ്മയെ പോലെ. ഒന്ന് കാണിച്ചേ. ചേട്ടന്മാരെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് വിട്ടിട്ട്, ചേച്ചിമാരെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് വിട്ടിട്ട് കുഞ്ഞു മക്കളായിട്ട് ഒന്ന് ചെയ്തേ. നമുക്ക് 1.5 മണിക്കൂർ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോവാം കേട്ടോ. അപ്പൊ ആ ചേട്ടനാണ്, സീനിയർ ആണ്, അതൊന്നും വേണ്ട, അതെല്ലാം മാറ്റി വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ആ ജാടയൊക്കെ മാറ്റിയിട്ട് എന്റെ കൂട്ടുകാരൊന്ന് ഇരുന്നേ. ഓക്കെ ആണോ? ആ, എങ്ങനെയാണ്? അമ്മയെ പോലെ. അത് കാണിച്ചേ. ആരുടെ അമ്മയാണ്? അമ്മയെ പോലെ. കാണിച്ചേ. ഞാനും പറക്കുമെന്ന് അങ്ങ് വാനും പറക്കുമെന്ന്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ പാടിയ പാട്ടിനെ കുറച്ച് താളവും ലയവും ഒക്കെ ചേർത്ത് നമ്മൾ ഇച്ചിരി കൂടെ ഗുമ്മാക്കാൻ പോവാ, കളറാക്കാൻ പോവാ. കൂടെ നിൽക്കോ? കട്ടൊക്കെ നിൽക്കോ? ചേട്ടന്മാരെ മിണ്ടായിരിക്കോ? ഓക്കെ ആണോ? ഹെയർ സ്റ്റൈൽ ഇഷ്ടമായി? നല്ല ഹെയർ സ്റ്റൈൽ കൊള്ളാം കേട്ടോ. ശരി, അപ്പൊ ഇതാ നോക്കിക്കേ മക്കളെ, മക്കളെ മക്കളെ. ചേട്ടാ ഇച്ചിരി ചാടയൊക്കെ വിട്ട് ഒന്ന് ചിരിച്ച്. ചേട്ടന്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കട്ടക്കലിപ്പിലിരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടാ. ഓക്കെ, അപ്പൊ നോക്കിക്കേ എന്റെ ചേട്ടന്മാരെ നോക്കിക്കേ. എങ്ങനെയാണ്? താളോ ലയോ ചേർത്ത് പാടാൻ പോവുകയാണ്. കൂടെ നിൽക്കോ മക്കളെ? മക്കളെ മക്കളെ നോക്കിക്കേ. കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെ പോലെ. അമ്മയെ പോലെ ഞാനും പറക്കുമെന്ന് അങ്ങ് വാരി പറക്കുമെന്ന്. ഓക്കെ മക്കളെ, നമ്മളുടെ എന്താ പറയണ്ടേ? അപ്പോ നമ്മുടെ സ്വപ്നങ്ങളിലേക്കും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും ഒക്കെ എന്റെ മക്കളുടെ പ്രതികൂല സാഹചര്യങ്ങളിലും നിന്നുകൊണ്ട് അതിനെ നേരിടുവാൻ വേണ്ടി, അതിനെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? എന്റെ മക്കൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു ക്ലാസ് നമ്മളുടെ പൊതു ആരോഗ്യ വകുപ്പ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടത്തുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ എന്റെ ക്ലാസ്സിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളിലെ പെരുമാറ്റ വൈകല്യവും പിന്നെന്താണ്? ആരോഗ്യകരമായ ജീവിതശൈലി അല്ലേ? ആണോ? നോക്കിക്കേ, കാതില് ഒരു എന്നാ പറയണ്ടേ, നല്ല 2 നല്ല ഭംഗിയുള്ള കമ്മലൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന സീനിയർ. പേര് പറഞ്ഞേ. അമീഷ. അമീഷയോട് ചോദ്യം ചോദിക്കട്ടെ. കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ കുട്ടികൾക്കാണ് ഇന്നത്തെ ക്ലാസ് എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സംശയം, കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിൽ താഴെയുള്ളവരെ നമ്മൾ കുട്ടി എന്ന് പറയുക? കേട്ടില്ല? 18 താഴെയുള്ളവരെ. അപ്പോ അങ്ങനെയാണെങ്കിൽ സീനിയർ കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിൽ താഴെ ആയിരിക്കും? പറയാമോ? സീനിയർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല. എന്താണ്? 18 വയസ്സിൽ താഴെയുള്ളവരെ നമ്മൾ എന്തെന്ന് പറയുക? കുട്ടികളെന്ന് പറയുക അല്ലേ?
വരുന്നത്, അഥവാ കൗമാരം എന്ന് പറയും. ഇച്ചിരി നീങ്ങിയിരിക്കെ, അവൻ തന്നെ ഇരുന്നോളൂ, അവരൊരു കുഴപ്പമില്ല. നീയായിട്ട് അവരെ ഒന്നും ചെയ്യാൻ നീങ്ങിയിരിക്കെ, ഇച്ചിരി നീങ്ങിയിരിക്കെ, എടാ ഇച്ചിരി നീങ്ങിയിരിക്കണം, അവൻ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്. ആ ഓ ആ ശരി. മക്കളെ മക്കളെ ആ അപ്പൊ എന്താണ് കൗമാരം എന്ന് പറഞ്ഞാൽ? എന്താണ്? 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. ഇനി അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ആ വാക്കിന്റെ മീനിങ് എന്താണ്? ലാറ്റിൻ ലാംഗ്വേജ് ആയ അഡോളസർ എന്ന വാക്കിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ അഡോളസെന്റ് എന്നുള്ള വാക്കുണ്ടായത് കേട്ടോ. എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? ടു മെച്യൂർ, അല്ലെങ്കിൽ എന്താണ്? ടു ഡെവലപ്പ് എന്നാണ്. ഓക്കെ ആണോ ചേട്ടന്മാർ? ഓക്കെ ആണോ? കണ്ണാടി വെച്ച അടിപൊളി ഹെയർ സ്റ്റൈലുമായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന കൂട്ടുകാരാ നീ? ആ നീ തന്നെയാ സുന്ദരം. ആ സുഖാണോ? ഓക്കെ ആണോ? അടിപൊളിയായിട്ട് പോകുന്നല്ലോ പഠനമൊക്കെ. ആ അപ്പൊ കുറച്ച് സമയത്തേക്കൊന്നും മിണ്ടാതിരിക്കാവോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? കൊച്ചു പറഞ്ഞ വാക്ക് പാലിക്കൂ. അപ്പൊ കൊച്ചിനെ പഠനം പറയില്ല. എടാ അടുത്തിരിക്കുന്ന ചെക്ക, നീ വെറുതെ അവനോട് വർത്തമാനം പറഞ്ഞ് കൊച്ചിന്റെ കോൺസെൻട്രേഷൻ കളയില്ല കേട്ടോ. കേട്ടോ? കയ്യിൽ 2 മോതിരമൊക്കെ ഇട്ട് അടിപൊളി വാച്ചൊക്കെ ആയിട്ടിരിക്കുന്ന കൂട്ടുകാരൻ കേൾക്കുന്നുണ്ടോ? ആ ശരി. അപ്പോ ഈ കൗമാര കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ചൈൽഡ്